നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 9 വയസ്സുള്ള ആൺകുട്ടിയെയും കൊണ്ട് അവൻ്റെ അച്ഛനമ്മമാരാണ് ഒ പിയിലേക്ക് വന്നത്. ഈ കുട്ടി മാസം തികയാതെ ജനിച്ചൊരു കുട്ടിയാണ്. 7 മാസമായപ്പോൾ തന്നെ പ്രസവത്തിന് കുറച്ച് സങ്കീർണതകൾ ബാധിച്ച് സിസേറിയൻ ചെയ്ത് ശസ്ത്രക്രിയ ചെയ്ത് കുട്ടിയെ എടുക്കേണ്ടി വന്നു. കുറച്ച് നാൾ കുട്ടി ഇൻബോൺ നഴ്സറി ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പതുക്കെയാണ് കുട്ടി സ്വാഭാവിക അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. മുലയൂട്ടലിന് വരെ ബുദ്ധിമുട്ടുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പതിയെ ശരീരഭാരമൊക്കെ നോർമലായി, ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആവർത്തിച്ചുള്ള അപസ്മാരം വരാൻ തുടങ്ങി. അത് പല രൂപത്തിൽ അപസ്മാരം വരും. ചിലപ്പോൾ കയ്യും കാലും ഒക്കെ ഇങ്ങനെ വെട്ടിപ്പറച്ച് നാവൊക്കെ കടിച്ച് മുറിക്കുന്ന രീതിയിൽ വരും. ചിലപ്പോൾ കണ്ണിങ്ങനെ തുറിച്ചിങ്ങനെ വെറുതെ ഇരിക്കുന്ന രീതിയിൽ വരും. ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ വെറുതെ ഇങ്ങനെ തെറിച്ചു പോകുന്ന രീതിയിൽ കാണും. ചിലപ്പോൾ പെട്ടെന്നിങ്ങനെ ഉറക്ക കരയുക, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ കുട്ടിയുടെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴെങ്കിലും അമ്മയെ തിരിച്ചറിഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. ഒരു 6 മാസം കഴിഞ്ഞിട്ടും അമ്മയെ തിരിച്ചറിയുന്നില്ല, ചിരിക്കുന്നില്ല, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ 1 വയസ്സ് 1.5 വയസ്സൊന്നും ആയിട്ടൊന്നും സംസാരം തുടങ്ങുന്നില്ല. ഒരു 2 വയസ്സായിട്ടും നടക്കുന്നില്ല. മാത്രമല്ല പെട്ടെന്നിങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ദേഷ്യം വരും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഭക്ഷണം ഉടനെ കിട്ടാതെ വരുമ്പോഴായിരിക്കാം. അത് എന്താണ് അതിനാവശ്യമുള്ളതെന്ന് വ്യക്തമായിട്ട് പറയാനും ആ കുട്ടിക്ക് പറ്റുന്നില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നേരെ പോയി ഭിത്തിയിൽ പോയി തലയിട്ടിങ്ങനെ ഇടിക്കുകയാണ്. അല്ലെങ്കിൽ കൈ കൊണ്ട് അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനത്തിൽ ആഞ്ഞിടിക്കുക. ഇത്തരത്തിൽ ഇങ്ങനെ പരുക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപസ്മാരമൊക്കെ വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. അപസ്മാരത്തിനുള്ള ചില ഇഞ്ചക്ഷനുകളൊക്കെ കൊടുക്കും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങൾ വല്ലാതെ വഷളായി വരികയാണ്. ഈ ഭയങ്കരമായ ദേഷ്യം വരുമ്പോൾ നേരെ ഭിത്തിയിൽ പോയി തലയിട്ടിടിച്ച് തലയൊക്കെ ഇങ്ങനെ മുഴച്ചിരിക്കുകയാണ്. ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് കൈ ഇങ്ങനെ മുറിക്കുന്ന രീതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നു. ഒരു ഇളയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ ഈ അപസ്മാരവും വരുന്നുണ്ട്. സ്കൂളിൽ വിടാൻ പറ്റുന്ന അവസ്ഥയല്ല, കാരണം സ്കൂളിൽ പോയാൽ അടങ്ങിയിരിക്കുന്നില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും സംസാരം അത്ര വ്യക്തമല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു ബുദ്ധി വളർച്ച കുറവുള്ള ഒരു കുട്ടിയുടെ ഒരു രൂപമാണ്. നമ്മൾ ഈ കുട്ടിയെ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ലെനോക്സ് ജസ്റ്റോട്ട് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ ലെനോക്സ് ജസ്റ്റോട്ട് സിൻഡ്രോം ഒരു മസ്തിഷ്ക വികസന വൈകല്യമാണ്. തലച്ചോറ് പ്രായത്തിനനുസരിച്ച് വളരാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതിന്. ഒന്ന്, തീവ്രമായ ബുദ്ധി വളർച്ച കുറവാണ്. പ്രായത്തിനനുസരിച്ച് തലച്ചോറ് വളരുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിക്കാനോ എഴുതാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വരെ പരസഹായം വേണ്ടുന്നൊരവസ്ഥ വരുന്നു. രണ്ടാമത്തെ ലക്ഷണം, വ്യത്യസ്ത തരത്തിലുള്ള അപസ്മാര രോഗങ്ങൾ മാറി ഈ കുട്ടിയിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് 4 വ്യത്യസ്ത തരം അപസ്മാരങ്ങൾ ഈ കുട്ടിയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ കുട്ടിയിൽ തന്നെ കാണാം. ഒന്ന്, ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ കൈയൊക്കെ ഇങ്ങനെ വെട്ടി വന്ന് നാവ് കടിച്ച് മുറിച്ച് കണ്ണൊക്കെ മുകളിലേക്ക് പോയി തലയ്ക്ക് ഒരു സൈഡിലോട്ട് വെട്ടിപ്പോയി തറയിൽ വീഴുന്ന അത്തരത്തിലുള്ള ആ ഒരു അപസ്മാരം ഇടയ്ക്കിടയ്ക്ക് വരും. ചില സമയത്ത് ഇങ്ങനെ കണ്ണിങ്ങനെ തുറിച്ചിരിക്കുന്ന പോലത്തെ, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ആബ്സെൻസ് സീഷർ എന്ന് പറയും, അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. ചിലപ്പോൾ കൈ ഇങ്ങനെ വെട്ടി ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ കയ്യിലൊരു ഗ്ലാസ്സൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ തെറിച്ച് പോകുന്നതായിട്ട് അത് കാണാം. മയോക്ലോണിക് സീഷർ എന്ന് പറയും. അത് ഈ മസിലുകൾ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒന്ന് വലിഞ്ഞു മുറുകി അത് നയഞ്ഞ് ഉണ്ടാകുന്ന അപസ്മാരമാണ്. അപൂർവമായിട്ട് പൊടുന്നനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുടെ രൂപത്തിലും അപസ്മാരം വരാം. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കര ഉറക്ക കരയുക, തറയിൽ കിടന്നിങ്ങനെ ഉരുളുക, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നു. കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയും. അപ്പോൾ ഒരേ കുട്ടിയിൽ തന്നെ ഇങ്ങനെ 4 വ്യത്യസ്ത തരം അപസ്മാരങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇത് ചികിത്സിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഓരോ തരം അപസ്മാരത്തിനും ഓരോ തരം മരുന്നുകളാണ് ഫലപ്രദമായി വരുന്നത്. ഇപ്പോൾ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷറിന് ചില മരുന്നുകൾ കൊടുത്താൽ അത് ചിലപ്പോൾ ഈ പാർഷ്യൽ സീഷർ എന്ന് പറഞ്ഞ അവസ്ഥയെ വഷളാക്കാം.
പാർഷ്യൽ സീഷറിന് കൊടുക്കുന്ന ചില മരുന്നുകൾ ചിലപ്പോൾ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷറിന് ഫലിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന പരിക്കേൽപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഭിത്തിയിൽ പോയി തലയിടിക്കുന്നതും കൈ മുറിക്കുന്നതും സാധനങ്ങൾ എടുത്തെറിയുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ലമോട്രിജിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ ഫലപ്രദമായി കരുതപ്പെടുന്നുണ്ട്. കാരണം ഈ ലമോട്രിജിൻ ഒരു അപസ്മാര വിരുദ്ധ ഔഷധമാണ്. അത് കൊടുത്താൽ ഈ എല്ലാത്തരം അപസ്മാരങ്ങളും നിയന്ത്രണ വിധേയമാവും. കുട്ടിയുടെ മൂഡിനും കുറച്ച് മാറ്റങ്ങൾ വരും. അതിനോടൊപ്പം കുട്ടിയുടെ ഉറക്കം ശരിയാവാനും ദേഷ്യപ്രകടനങ്ങൾ കുറയാനും സഹായിക്കുന്ന ചില മരുന്നുകളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങൾ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അപസ്മാരവും ഫലപ്രദമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.